കുടുംബത്തിലെ ആദ്യമായിട്ട് എന്നെ മാറ്റി സ്വീകരിച്ച ആള് മോനാണ്. ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഭയങ്കര ഗേൾ പവർ ഉള്ള ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് കുടുംബത്തിലെ നമ്മുടെ കസിൻസിൽ ഏറ്റവും മൂത്തതായിട്ടെന്ന് പറയുന്നത് മൂത്താപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ അളിയനാണ്. ഓക്കെ, അളിയനെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിലെ വന്നു കയറിയ ഒരാളാണ് അല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തത്? ഓക്കെ, അതിനൊക്കെ ബെറ്റർ എനിക്ക് തോന്നുന്നു നീതുവിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നീതുവിന് പറയാൻ everyone knows that okay, Arjun is getting married and how excited you are now. അർജുൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അർജുനെ. അല്ലാതെ എനിക്ക് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രദറാണ്, നല്ല കെയറിങ് ആണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പം കൂടെ നിൽക്കും. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു സങ്കടം വരുവാണെങ്കിൽ ഞാൻ അവന്റെ അടുത്ത് നമ്മുടെ കുടുംബത്തില് വൺ ആൻഡ് ഓൺലി ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഷീസ് ഓൾറെഡി മാരീഡ്. സോ രണ്ടുപേരിൽ ഏറ്റവും ആദ്യം വന്നു കയറിയ ഒരു ആൺതരി എന്ന് പറയാനായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയാൻ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് മോസ്റ്റ് ഹാൻസം എന്ന് പറഞ്ഞ സച്ചുവിന് സെക്കൻഡ് ഹാൻസം. ഓക്കെ, സോ ഫസ്റ്റ് ഹാൻസം മോനൂട്ടന്റെ ഒരേ ഒരു അലിയൻ, റൈറ്റ്? ഈ കുടുംബത്തിലെ ആദ്യമായിട്ട് എന്നെ മാലയിട്ട് സ്വീകരിച്ച ആള് മോനുമാണ്. അതുകൊണ്ട് മോനുവിനോട് എനിക്ക് പ്രത്യേക ഒരു മമത എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്ന ആയിട്ടില്ല. മോനുവിനോട് പ്രത്യേക ഒരു മമതയുണ്ട്, സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാ കസിൻസുമായിട്ടും നമ്മളെല്ലാവരുമായിട്ടും ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പം നമ്മൾ ആക്ച്വലി വളർന്നതാണെങ്കിലും ഒരേ നെയ്ബർഹുഡിലാണ് വളർന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും എല്ലാ വീക്കെൻഡ്സും സ്കൂൾ ഡേയ്സ് ഒക്കെ പറഞ്ഞ എല്ലാവരും എപ്പോഴും ഒരുമിച്ചാണ്. അപ്പം ഓക്കെ, നമ്മൾ കസിൻസ് ആണെന്നൊരു തോന്നലല്ല നമുക്ക്. I think Kirti is getting emotional here, right? I don't know why this conversation moving like this. ഒരിക്കലും ഫാമിലിയിൽ ബോയ്സ് കുറവാണ്, ആകെ 3 പേരേ ഉള്ളൂ. നമ്മൾ ഭയങ്കര ഗേൾ പവർ ഉള്ള ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവരുടെ 3 പേർക്ക് ഭയങ്കര സ്പെഷ്യൽ കൺസിഡറേഷനും സ്പെഷ്യൽ കെയറും ഇവർക്ക് സ്പെഷ്യൽ അറ്റൻഷനും അങ്ങനെയൊക്കെയാണ്. ഇവരെ 3 പേരെ വളർത്തിയത് ഇപ്പൊ ഫാമിലിയിൽ നമുക്ക് കിട്ടുന്ന അത്രയും ഫ്രീഡം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇവർ 3 ബോയ്സ് ആയതുകൊണ്ട് ഭയങ്കര കുറവ് നമ്പർ ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഒരു എന്താണ്, അയ്യോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അയ്യോ ഇവരെ നോക്കുക അങ്ങനെ നോക്കുക, ആ ഒരു ഇതുണ്ടായിരുന്നു ഫാമിലിയില്. ആർക്കുണ്ടായിരുന്നു? അമ്മാമയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതെ, നമ്മൾ ഏറ്റവും സ്പെഷ്യൽ മൊമെന്റില് നമ്മുടെ അച്ചാമ്മയുടെ പേരാണ് നമ്മളെല്ലാരും അമ്മാമ്മ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ജഗദമ്മയുടെ പേര് പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. അത് മോശം എന്നല്ല, ആക്ച്വലി അതാണ് മെയിൻ ബോണ്ടിങ് എന്ന് പറയുന്നത്, മെയിൻ റൈറ്റ്? ഈവൻ നമ്മൾ ഇത്രയും ക്ലോസ് ആവാനുള്ള മെയിൻ റീസൺ അച്ചാമ്മയാണ്. നമ്മൾ അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത്. എന്റെ അച്ചാമ്മയാണെങ്കിൽ പോലും നമ്മളെല്ലാവരും കുട്ടികളെല്ലാരും അമ്മാമ്മ എന്നാണ് വിളിക്കുക. വിച്ച് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് നമ്മുടെ പിള്ളേരായിരിക്കുന്ന സമയത്ത് ഒരു ഡേ കെയർ പോലെയായിരുന്നു അല്ലേ? നമ്മുടെ ഡേ കെയറിലെ മൂത്ത് ഏറ്റവും എന്താ ഒരു പ്രിൻസിപ്പൽ ലെവലിലായിട്ടുള്ള ഒരു സ്ഥാനം അമ്മാമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. You know the day that we all came here, right? I know the exact day, like I think February 17, right? And you heard that what Monu said, right? Okay, he doesn't want to get married and he just eating. I don't know. For sure, I'm gonna play that video. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ്ലി എനിക്ക് തീരെ മാരേജ് ലൈഫിനോട് ഒരു താല്പര്യമില്ലാത്തതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ ഇത്തിരി താല്പര്യമുള്ളൂ. ഒന്നത് എനിക്ക് ഈ ഹെഡ് ഏക്സ് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ എനിക്ക് ഭയങ്കര തീരെ താല്പര്യമില്ല. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുള്ള കാര്യം അങ്ങനെ പറഞ്ഞ് next week I already went back to Abu Dhabi, right? ആ ഡേ അവൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത് okay, he's getting married, he's ready for the marriage and everything is, I was like everything is like this. Okay, what was your reaction when you heard that? Actually I was shocked. കാരണം അന്ന് പറഞ്ഞത് ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല, മറ്റൊരാളെ കിട്ടുന്നില്ല, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ റെഡി അല്ല, എന്ത് ഫാമിലി എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിടുന്ന ആള് കല്യാണം കഴിക്കാൻ പോകുന്നത് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് വന്നത്. എനിക്ക് വന്നിട്ട്
ജോ ഭയങ്കര ഏസ്റ്റ് ഇളയതല്ലേ, ഞാൻ ആ പറഞ്ഞ വെച്ചാ ജോഷുവിന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ പറഞ്ഞു ഓക്കെ. And you didn't ask who is Josu? No, like he was like ഇങ്ങനെ മാരേജിന്റെ കാര്യം പറയുമ്പോൾ ഓക്കെ നമ്മൾ ഓക്കെ കുഴപ്പമില്ല എന്താണ് സംഭവം പറയുമ്പോ ജോഷുവിന് ഭയങ്കര ആഗ്രഹം ജോവിന്റെ അടുത്ത് സംസാരിക്കും just have a conversation and I was like okay fine I'll just have a conversation. എന്നിട്ട് വീഡിയോ കോളിൽ വിളിച്ചപ്പോഴത്തേനും എന്റെ അടുത്ത് പുള്ളിക്കാരി പറയുന്ന മുന്നേ മോഹൻ ചേട്ടൻ വന്നിട്ട് ജോഷു ഉണ്ടല്ലോ വെബ് സീരീസ് കാണും നിനക്ക് നല്ല കൂട്ടാണ് ജോഷുണ്ട് ഷീസ് ആക്ച്വലി പെർഫെക്റ്റ് മാച്ച് ഫോർ യു നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കോംബോ ആണ്. ഞാനൊന്ന് സംസാരിക്കട്ടെ ആ ചേച്ചി പറഞ്ഞു ചേച്ചി. അപ്പം എനിക്ക് സംസാരിച്ചപ്പോ മനസ്സിലായി ആള് ഭയങ്കര ജോസിനെ ഭയങ്കര അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടും ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ചേച്ചിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കസിൻസിലെ ഏറ്റവും ഫസ്റ്റ് ജോസ് കമ്പനി വന്നത് ജോ ആയിട്ടാണ്. ജോസിനെ ചേച്ചി മെയിൻ കൺസേൺ മോനുവിന്റെ അടുത്തെന്ന് പറയുന്നത് ലൈക് whoever he is getting married to, like ആര് വന്നാലും ഫാമിലി ആര് വന്നാലും like we all should go well together. നമ്മളെല്ലാരും ഭയങ്കര ബ്ലെൻഡ് ആവണം. നമ്മുടെ ഫാമിലി എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്റെ കസിൻസ് എല്ലാരുമായിട്ട് ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്റെ ഹസ്ബൻഡും ആയിരിക്കണം. അപ്പൊ ആ ഒരു കാര്യത്തിൽ സോ ഫാർ വി ആർ ബ്ലെസ്ഡ്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ലൈക് നമ്മുടെ കസിൻ ഗ്രാങ് ഒന്നുകൂടെ എൻലാർജ് ആവുന്നു എന്നുള്ളത് അല്ലേ? ഇവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേച്ചി ജോത്സ്ന ചേച്ചീനെ ആക്ച്വലി ജ്യോതി പറഞ്ഞിട്ടാണ് ചേച്ചി എന്നെ കുറിച്ച് ആദ്യം കേൾക്കുന്നതെന്ന് നമ്മളന്ന് അവിടെ തൃശ്ശൂർ പോയപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ ആദ്യം അങ്ങോട്ട് പോയി ചേച്ചി എന്റെ പേര് അദ്വൈതം എന്നാണ്, ഇങ്ങനെ വീട്ടില് സോനു എന്ന് വിളിക്കും, ആ ജ്യോതി നിന്നെ കുറിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോഴേ ഏകദേശം പുള്ളിക്കാരി എനിക്ക് മനസ്സിലായി, അതായത് പുള്ളിക്കാരി നമ്മളുമായിട്ട് എല്ലാവരോടും മിങ്കിൾ ആവുന്ന ഒരു ടൈപ്പാണെന്ന് മനസ്സിലായി. ഞാൻ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് വി ഓൾ ഗ്രോൺ അപ്പ്, ലൈക്ക് ഹൗ ഫാസ്റ്റ് വി ഓൾ ഗ്രോൺ അപ്പ് എന്നുള്ള സംഭവം ഇപ്പോഴും like most of us are working. ഇവര് രണ്ടുപേരും മാത്രമേ ഇപ്പം സ്റ്റുഡൻസ് ആയിട്ടുള്ളൂ. ആരോ രണ്ടുപേര് സ്റ്റുഡൻസ്, ഇവർ രണ്ടുപേരും ഓക്കെ എങ്കിൽ പോലും അവരും സൂപ്പർ ബിസിയാണ്. എനിക്കറിയാം, ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ജോലി ടെക്സ്റ്റ് ചെയ്യും, എനി അപ്ഡേറ്റ്സ് യു ഹാവ് എനി അപ്ഡേറ്റ്സ്. ഞാൻ കംപ്ലീറ്റ്ലി ബിസിയാണ്, എനിക്ക് ഇതിലൊന്നും ടൈമും കിട്ടുന്നില്ല. 20th വരെ എന്റെ യാതൊരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കരുത്. ഇപ്പൊ തന്നെ പുള്ളിക്കാരുടെ വിലപ്പെട്ട സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത്, ആകെ 1 മണിക്കൂർ. മോദിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ അപ്പു ശ്രീകുട്ടിയാണ് അത് പറയാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇത്രയും ഹൈപ്പർ ആയിരുന്ന ഒരാളായിരുന്നു മോനു. ആ മോനുവിന്റെ ഇന്നുള്ള ഒരു ചേഞ്ച് എനിക്ക് എങ്ങനെ നോക്കിയിട്ട് അത് മനസ്സിലാവുന്നില്ല. പണ്ട് നമ്മളിങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടാൻ പോകുമ്പോ ഓർമ്മയുണ്ടോ മോനെ? ഏതാണ്? നമ്മൾ കൊണ്ട് സൈക്കിളൊക്കെ എല്ലാ വീക്കെൻഡ്സിലും പോയി ചവിട്ടുമല്ലോ. അയ്യോ, മോനുവിന് സൈക്കിൾ കിട്ടുന്ന ലൈക്ക് ഒരു റൈഡർ ബൈക്ക് കിട്ടുന്ന ഒരു ഫീൽ ആണ് അല്ലേ? അത് ഒരു ഒറ്റ പോക്ക, അത് കാണുമ്പോ തന്നെ മതി, കൂട്ടി ഗീതപ്പൊപ്പം വിളിച്ചിട്ട് മതി. നമ്മള് പിള്ളേരെല്ലാരും അവിടെ നിന്ന് മാറും. അവൻ ഓടിച്ചോട്ടെ, മോനുമാണ് അടുത്ത മോന് പറയുന്നത് എല്ലാവരും സൈക്കിളുമായിട്ട് വരുമ്പോ നമ്മൾ ആരും ബ്രേക്കില്ലാത്തൊരു സൈക്കിൾ കൊണ്ട് തന്നു. ചുമ്മാ സൈക്കിൾ റേസ് വെച്ചതാണ്, വെച്ച് എല്ലാരും സ്റ്റാർട്ടായി നിൽക്കുവാണ്. മോന് ആദ്യം, അപ്പൊ എന്റെ സൈക്കിൾ വേറെ ആർക്ക് കൊടുത്തു, എന്നിട്ട് ഈ തന്ന സൈക്കിൾ ആക്ച്വലി ബ്രേക്ക് ഇല്ല, ഞാൻ അറിയുന്നില്ല. അങ്ങനെ ആർച്ചി ഞാനും തോന്നുന്നു ലാസ്റ്റ് വന്ന് സ്റ്റാർട്ട് ചെയ്ത് മോനും അങ്ങ് പോയി. ഞാൻ നോക്കിയപ്പോ എനിക്ക് ബ്രേക്ക് കിട്ടി. അപ്പൊ നേരെ വന്ന് ഇങ്ങനെ ഉറുമ്പിന്റെ കൂട്ടില് കാല് ഫുള്ള് മുറിഞ്ഞ് സീല. അപ്പൊ സോനി ആക്ച്വലി I never thought that ഞാനിപ്പം ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഈ ഒരു വെഡിങ് പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. സോ ഈ ഷാദിയുടെ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴും ഒന്നും ഐ വാസ് നെവർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ എനി ഓഫ് ദോസ്. എനിക്ക് വെറുതെ കണ്ട് വിഷമിച്ച് ഹേർട്ട് ആവണ്ട എന്നുള്ളതിൽ ഞാൻ ഒന്നിലും ഇൻവോൾവ് അല്ലായിരുന്നു. അപ്പൊ മോര് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കും, നിനക്ക് വരാൻ പറ്റുമോ, എങ്ങനെയാണ്, നീ കാനഡയിൽ നിന്ന് വരുമോ. ദാറ്റ് ടൈം എനിക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഹോപ്പ് ഒന്നും കൊടുത്തില്ല, എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണല്ലോ. സോ ജസ്റ്റ് ഫോർ ഫൺ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെ വരാനാ മോനു, ഇത്രയും ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ആവില്ലേ, ഐ എം നോട്ട് പ്ലാനിങ് ടു കം, പിന്നെ എനിക്കൊന്നും വയ്യ. ലൈക് ഞാൻ ചുമ്മാ ഫണിന് പറഞ്ഞത്, ദാറ്റ് വാസ് നോട്ട് ദ റീസൺ ഞാൻ നോ പറഞ്ഞത്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഐ ഹാവ് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം. അപ്പൊ മോനെ ഇങ്ങനെ ചോദിച്ചു, ഓക്കെ if it was Appu's marriage, നീ ഇത് പറയുമായിരുന്നു എന്ന് ചോദിച്ചു. So I got really moved that time. Yeah. അപ്പം അമ്മ തമാശക്ക് പറഞ്ഞതാണ്, but still എനിക്കിത് ഭയങ്കര ഹേർട്ടായി. മോനിയോട് അപ്പൂലെ അപ്പൂ
ഇത് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ചച്ചുനെ വിളിച്ചിട്ട് പറഞ്ഞു, ചച്ചു മോനും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചച്ചു ഇങ്ങനെ പറഞ്ഞു, why did you say that to him? നമുക്ക് പറഞ്ഞുകൂടായിരുന്നു that you had this reason, that was not the reason, why did you say that? അതെന്താണ് മോനോട് അങ്ങനെ പറഞ്ഞേ? പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ, ഞാനത് വെറുതെ പറഞ്ഞതാ, മോനും എനിക്ക് തമാശക്ക് പറഞ്ഞതാണത്. ബട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ആൻഡ് അതെന്തോ ഒരു ഭയങ്കര മിറാക്കിളാണ്. ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് തന്നെ പുറത്ത് വന്നിട്ട് കിട്ടി. 1 week പ്ലാനിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ജസ്റ്റ് വരുന്നതിന് 1 week മുന്നേ ഐ ബുക്ക് മൈ ടിക്കറ്റ്സ്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് എന്റെ വർക്ക് പെർമിറ്റ് ഐ ഗോട്ട് ഇറ്റ് ഇൻ മൈ ഹാൻഡ് ആൻഡ് ദ സെയിം ഡേ ഐ ജസ്റ്റ് ചെക്ക് ദ എയർ ടിക്കറ്റ്സ് ആൻഡ് ഐ ജസ്റ്റ് ബുക്ക് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഐ മീൻ അപ്പുവിനോടും ചച്ചുവിനോടും അങ്ങനെ, അല്ലാതെ വേറെ ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. സോനുവിന് എന്തോ കാര്യമായിട്ട് പറയുന്നത്. സെന്റി അല്ല, ഇവരെല്ലാവരും ഇപ്പോ കീർത്തി ചേച്ചിയും അപ്പുചേട്ടനും ശ്രീകുട്ടി ചേച്ചിയും ഒക്കെ പറഞ്ഞത് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. പക്ഷെ എനിക്കും ജ്യോതിക്കും ഒക്കെ വന്നിട്ട് ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി അല്ല, പക്ഷെ പുള്ളി കുറെ കൂടെ ഒക്കെ നമ്മളോട് അല്പം സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന കുറച്ച് മെമ്മറീസ് ഒക്കെയാണ് നമുക്ക് പറയാനുള്ള. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആക്ച്വലി പുള്ളി മാത്രമാണ് അത്രയും സ്ട്രിക്റ്റ് ആയി നിന്ന് കസിൻസിന്റെ കൂട്ടത്തിൽ തിരുത്തി തന്നിട്ടുള്ളത്. അപ്പുവും മോനും തമ്മില് അപ്പു സമ്മൺ ദാറ്റ് ഭയങ്കര ഫ്രീഡമാണ്. എന്ത് ചെയ്താലും ഇത് ചെയ്യണം, ഡു വാട്ടെവർ, അങ്ങനെ ഒരു മോനും അങ്ങനെയല്ല. മോനും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര ചില്ലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ രണ്ടുപേരും ഭയങ്കര എക്സ്ട്രീംസ് ആണ്. നമ്മുടെ ഫാമിലിയിൽ ഒരു ഹിറ്റ്ലർ, ഹിറ്റ്ലറിന്റെ കസിൻസ് ഗ്രൂപ്പ്. മോനും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഈ വേറെ നമ്മുടെ കാലത്ത് ഈ കുട്ടിയായിട്ട് ഇവളുടെ കണ്ണു പറഞ്ഞു അടി കൊണ്ടാ പേടിയും അടി ഉണ്ടാക്കുന്ന മോനൊരു സ്ത്രീയെ പേടിയുണ്ട്. ഇല്ല, മോൻ ഇപ്പൊ പറഞ്ഞില്ല, മോന്റെ കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഇവളുടെ നാട്ടിൽ മോന് തുടങ്ങും, മോന് ഹാൻഡിൽ ചെയ്യും, മോനും ഇവിടെ നെക്സ്റ്റ് ഡേ. അതൊരു തിരക്കാണല്ലോ. കുറ്റബോധം, അതുകൊണ്ടാണ് എങ്ങനെ ചെയ്ത്. ഇനി ശ്രീഡിച്ചിയുടെ കഴിഞ്ഞ ശേഷം ചേച്ചി എടുത്ത് അപ്ലോഡ് ചെയ്യും. ആരും ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ഈ വർഷത്തെ കല്യാണത്തിന് എന്തായാലും നീതും അഴിച്ചേണ്ടും ഇറങ്ങുന്നുണ്ട്, അറിയൂ അല്ലേ? ഞാനും ചച്ചു എന്തായാലും ഇറങ്ങുന്നു. അപ്പൊ വയസ്സിന് മൂത്ത് നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ അതാണ് പാടില്ല. ഇപ്പൊ മോനുമായിട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും ലൈക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് he didn't share anything. ബട്ട് മോനും എപ്പോഴും തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത്, ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി ഫ്രീ ആവുന്നത്. നേരെ പോകും സ്റ്റാർബക്സ്, അവിടെ ഇരുന്ന് ഒരു 2 മണിക്കൂർ സംസാരമായിരിക്കും. അപ്പോഴായിരിക്കും കംപ്ലീറ്റ് കാര്യം എൻ്റെ അടുത്ത് പറയുന്നത്. അത് എനിക്കെപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. കാരണം അപ്പോഴേ അവൻ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുള്ളൂ, ഞാൻ എൻ്റെ കാര്യങ്ങൾ പുള്ളിയുടെ ഷെയർ ചെയ്യാറുള്ളൂ. അല്ലാതെ ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ അങ്ങനത്തെ യാതൊരു കോൺവെർസേഷനും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഐ മീൻ മോനു എന്ന് പറയുമ്പോൾ, മെയിൻലി പറയുമ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു മൊമെന്റ് മൈൻഡിൽ വരുന്നത് സ്റ്റാർബക്സിൽ നമ്മളെപ്പോഴും പോയി കംപ്ലീറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, എനിക്കെന്ന് പറയുമ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന ടൈം, മോനു ലീഡിന്നൊക്കെ തിരിച്ചു വന്ന ടൈം, MBA ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നൊരു ടൈം. ആ ടൈം അപ്പു ഇല്ല, അപ്പു വർക്കിംഗ് ആയിരുന്നു. അപ്പം ഞാനും മോനുമാണ് എന്നും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈവനിങ് മോനു നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ് നേരെ ഇറങ്ങാം. എന്ത് ഇതാണെങ്കിലും ഇപ്പം ചില ദിവസം ആവുമ്പോൾ എനിക്ക് ബോറടിക്കും, നമുക്ക് പുറത്തോട്ട് പോവാം. എന്നിട്ട് മോനും ഞാനും ആ ഒരു ടൈം ഫുൾ എന്റെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ എന്റെയും മോനുവിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അങ്ങനെയാ. ലൈക്ക് ഇവരെയൊന്നും എപ്പോഴും കാണാൻ പറ്റത്തില്ല, എല്ലാവരും ബിസിയാണ്. ബട്ട് മോനും ഞാനും തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ വീടായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഡേയും ഈവനിങ് നമ്മൾ പുറത്തു പോകും, ഫുഡ് കഴിക്കും, സംസാരിക്കും. ഇപ്പൊ ഉള്ള മോനുവിനെ അറിയാം നമുക്ക് എല്ലാവർക്കും എങ്ങനെയായിരിക്കും, ആഫ്റ്റർ മാരേജ് എങ്ങനെയായിരിക്കും തോന്നിട്ടുണ്ട്? എന്ത് ചേഞ്ചസ് ആയിരിക്കും നീ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്? He will be a good husband for her. I think so. നല്ല ജെന്യൂൻ ആയിരിക്കും. ജെന്യൂൻ ഹസ്ബൻഡ് ആയിരിക്കും.
അപ്പൊ അളിയൻ എത്രത്തോളം ജെന്യൂൻ പക്ഷെ അളിയനെക്കാട്ടി ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രം മൈ ബ്രദർ. ഈ കൂട്ടത്തില് ജോസുന്റെ നാത്തൂൻ എന്ന് പറയാനായിട്ട് ശ്രീകുട്ടി and നീതു. ഇവരാണ് നാത്തൂൻ. എനിക്ക് വയ്യ. ആരെ വള മേടിക്കാൻ പോകുന്നത്? നീതുവാ? നിനക്ക് പ്രശ്നമൊന്നുമില്ലേടാ? എനിക്ക് പ്രശ്നം വെച്ചാൽ പറഞ്ഞിട്ട് കാര്യം. ഈ കൂട്ടത്തില് അവൻ ഇപ്പോഴേ കിട്ടുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള ഒരാളെ കൈവക്കി. ഇപ്പോഴേ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള ഒരാളെ കൈവക്കി. സമയം കൈവക്ക്. കൈവക്ക് വീഡിയോ അങ്ങനെ മാത്രമേ ഉള്ളൂ. എനിക്കെന്താ തോന്നി, അല്ല അവന്റെ മെച്ചൂരിറ്റി ഒക്കെ ഉണ്ട്. റെഡി ടു സ്റ്റാർട്ട് എ ഫാമിലി. പക്ഷെ എനിക്കും ഇപ്പോഴും അവൻ അയ്യോ കുഞ്ഞാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോഴും നമ്മളിപ്പോഴും പഴയ ഒരു രീതി. ഈവൻ എന്റെ കല്യാണം കഴിഞ്ഞുവെങ്കിലും എനിക്കിപ്പോഴും നമ്മളൊക്കെ പിള്ളേരാണ് എന്നൊരു ജോസു ഐ നോ ഇതാണ് കംപ്ലീറ്റ് ഫാമിലി, നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത്. ഈ ഗ്യാങ്ങിനിടയിലാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇത്രയ്ക്കുള്ള സ്റ്റാൻഡേർഡ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതിയായിരിക്കും. അതുകൊണ്ട് വലിയ സോ അടുത്ത ഒരാളുടെ മാരേജിൽ ഇങ്ങോട്ട് വീട് തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തുമില്ല. വെൽക്കം ടു അവർ ഫാമിലി. This is us. This is our squad. So like we are so excited and happy to welcome you here. Into our Yeah. family part Yeah. of us. Family is getting bigger and we are so happy that you are now a part of it. Okay, thank you for watching. We are so excited, so excited for tomorrow. എനിക്ക് അറിഞ്ഞൂടാ കൂടുതൽ എന്ത് പറയേണ്ടതെന്ന്. എല്ലാവരും നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ്, റൈറ്റ്? ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓരോരോ അവരുടെ വർക്ക് കാര്യങ്ങളായിട്ട് ബിസി ആയി പോകുന്നു. ആൻഡ് ഈ കിട്ടുന്ന 2-3 days എൻജോയ്. So guys, Ajju ki shadi is finally happening tomorrow and happy